അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവനെ ഒന്ന് മെനയാക്കി എടുക്കണം, പൊള്ളിച്ചെടുക്കാം. നമുക്ക് പൊള്ളിക്കലല്ലേ? ഇന്ന് മീൻ പൊള്ളിക്കാൻ പോവാൻ നമ്മള്. ഇത് നമ്മുടെ കേരള കരിമീനാണ്, സിലോപ്പി എന്നും പറയും. കണ്ടോ? അപ്പം നമ്മുടെ മീൻ പൊള്ളിക്കാനായിട്ട് ആവശ്യമായ വാഴയില എടുക്കാനായിട്ട് ഒരാൾ പോയേക്കുവാണ് കാട്ടിൽ കൂടി. എടുത്തോ? നമ്മുടെ വീടിന്റെ നേരെ മുൻവശത്ത് കാണുന്ന തോടാണിത്. തോട് കണ്ടോ? വാഴയിലായിട്ട് വരുന്നുണ്ട്. തോടിന്റെ സൈഡിലെ കല്ല് മുഴുവൻ വെച്ച് കിടക്കുകയാണ്. സൂചിച്ച് ഇറങ്ങിയില്ലേ പണി കിട്ടും. ഇതൊരു വല്ലാത്ത അങ്ങനെ നമ്മൾ വാഴയില വിട്ടിരിക്കുന്നു. പിന്നെ ആ മീനിനെ ഒന്ന് ക്ലീൻ ആക്കി റെഡിയാക്കി എടുത്തു. പിന്നെ ഞാൻ ഇതിന്റെ മസാലയ്ക്ക് ആവശ്യമായ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് മീനൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് മീനിലേക്ക് പുരട്ടാനുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടി ചേർക്കാം. നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർക്കാം. ഞാനിവിടെ കുറച്ച് വിനാഗിരിയാണ് ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. മീനിൽ ഈ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. സമയമില്ലെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഈ മസാല നന്നായി മീനിലൊന്ന് പിടിക്കാനായിട്ട് വെക്കണം. ഇനി പാത്രം എടുത്തു വെച്ചു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. ഇതിലേക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതിന് പുറകെ തന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. 4 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരണം. കറിവേപ്പില ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതാ നമ്മുടെ മീനിൽ മസാലയൊക്കെ നല്ല അടിപൊളിയായി പിടിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കൂടുതൽ ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി. നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ഇനി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. വാഴയിലയിലേക്ക് ഈ മസാല കുറച്ചെടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. വറുത്ത് വെച്ച മീൻ ഈ മസാലയുടെ പുറത്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ പുറമേ കൂടി കുറച്ച് മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞതിന് ശേഷം നമുക്കൊരു നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ വാഴയുടെ നാരില്ലേ അത് വെച്ചിട്ടോ ഇതൊന്ന് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇതെല്ലാം ചെയ്തിട്ട് നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. 2 സൈഡും ചെറു തീയിലിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ പൊള്ളിച്ചത് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. Wow. Ada. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.